ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EPS ആണ്. EPS ബേസിക് EPSൻ്റെ കേസിൽ നമ്മൾ റൈറ്റ് ഇഷ്യൂ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്താണ് റൈറ്റ് ഇഷ്യൂ എന്നുള്ളത്? കമ്പനീൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാർക്കറ്റ് പ്രൈസിനടിയിലും കുറഞ്ഞ വിലക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് എന്ത് പറഞ്ഞത്, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. സോ EPSൻ്റെ കേസിൽ, റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിൽ നമുക്ക് EPS കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയ്റ്റഡ് അവറേജ് വാല്യൂ പെർ ഷെയറാണ്. ഒരു ഷെയറിൻ്റെ ആ ഒരു വെയ്റ്റഡ് അവറേജ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. എ ലിമിറ്റഡ് ഹാസ് 1,50,000 ഷെയർസ് ഇൻ ഇഷ്യൂ. എന്താണ്? 1,50,000 ഷെയറാണത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ദെൻ അല്ലെങ്കിൽ 1,50,000 ഷെയർ ഉണ്ട്. ദെൻ ഇറ്റ് നോ പ്രപ്പോസസ് ടു മേക്ക് 143 റൈറ്റ് ഇഷ്യൂ അറ്റ് പ്രൈസ് ഓഫ് ₹11 പെർ ഷെയർ. എന്താണ്? 11 രൂപ റൈറ്റ് ഇഷ്യൂ വിലയിൽ എന്താണ്, ഓരോ 3 ഷെയറിനും 1 ഷെയർ വീതം റൈറ്റ് ഇഷ്യൂ നടത്താൻ കമ്പനി പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 3 ഷെയറിന് ഓരോ 3 ഷെയറിനും 1 ഷെയർ റൈറ്റ് ഇഷ്യൂ നടത്താനാണ് കമ്പനി ഉദ്ദേശിച്ചിട്ടുള്ളത്. എത്ര രൂപയ്ക്ക്? 11 രൂപയ്ക്ക്. ദെൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഓൺ ദി ഫൈനൽ ഡേ ബിഫോർ ദി ഇഷ്യൂ ഈസ് ₹15 പെർ ഷെയർ. എന്താണ്? ആ ഒരു റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിൻ്റെ തലേന്നത്തെ ദിവസം ഓക്കെ, ആ ഒരു കമ്പനീൻ്റെ മാർക്കറ്റ് വില എത്രയാണ്? 15 രൂപയാണുള്ളത്. ദെൻ ഈ ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ നമ്മളോട് തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് ആണ് മാർക്കറ്റ് വാല്യൂ ഓഫ് 3 എക്സിസ്റ്റിംഗ് ഷെയർസ്. എന്താണ്? നിലവിലുള്ള 3 ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? അപ്പോൾ ഇവിടെ 3 വന്നത്, നമ്മൾ 3 ഷെയർ ഹോൾഡ് ചെയ്ത് വെച്ചാൽ 1 ഷെയറാണ് എന്ത് കൊടുക്കുക, റൈറ്റ് ആയിട്ട് അല്ലെ, റൈറ്റ് ഇഷ്യൂവിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 3 ഷെയറിൻ്റെ വില എത്രയാണ്? 3 × 15 എത്രയാണ്? 45. ദെൻ ഇതിൻ്റെ വില എത്രയാണ്? റൈറ്റ് ഇഷ്യൂവിൻ്റെ വില 1 ഷെയറിന് 11. അപ്പോൾ 1 × 11, അപ്പോൾ 45 + 11 എത്രയാണ്? 56. ഈ 56 അല്ലേ 4 ഷെയറിൻ്റെ വില അല്ലേ, 4 ഷെയറിൻ്റെ വിലയാണ് ഈ ഒരു 56. ഇതാണ് തിയററ്റിക്കൽ വാല്യൂ ഓഫ് 4 ഷെയർ. 4 ഷെയറിൻ്റെ തിയററ്റിക്കൽ വാല്യൂ എത്രയാണ്? 56. സോ 56 / 4 എത്രയാണ്? 14. ഓക്കെ, 14 റുപ്യാണ് എന്തുള്ളത്, തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് ഉള്ളത്. ഓക്കെ, നമുക്കിനി EPS കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഈ ഒരു റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിൽ എങ്ങനെയാണ് EPS കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ദ തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കാൽക്കുലേറ്റ് EPS. ഓക്കെ, നമ്മൾ എന്താണ്, ഈ ഒരു തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്, കറൻറ്റ് ഇയറിൻ്റെയും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൻ്റെയും EPS ആണ്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ്, the EPS for the corresponding previous period should be multiplied by the following fraction. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയറിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ റൈറ്റ് ഇഷ്യൂവിന് മുമ്പുള്ള എന്താണ് പ്രോഫിറ്റ് വെച്ചിട്ട് അതുപോലെ തന്നെ ആ ഒരു ഷെയറിൻ്റെ നമ്പറും വെച്ചിട്ട് നമ്മളൊരു EPS കാൽക്കുലേറ്റ് ചെയ്യണം. ആ EPSനെ നമ്മൾ എന്ത് ചെയ്യണം? തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഓൺ ലാസ്റ്റ് ഡേ എന്നിട്ടുള്ള ആ ഒരു വാല്യൂ വെച്ചിട്ട് നമ്മൾ ഗുണിക്കണം. ഓക്കെ, എത്രയാണോ നമുക്ക് ആ തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് അത് മേലെ, അതുപോലെ തന്നെ ആ ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് ആ ഇഷ്യൂവിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു അഡ്ജസ്റ്റഡ് EPS നമുക്ക് കിട്ടും. പ്രീവിയസ് ഇയർത്തെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർത്തെ ഒരു അഡ്ജസ്റ്റഡ് EPS നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് കറൻറ്റ് ഇയർത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, കറൻറ്റ് ഇയർത്തെ EPS കാൽക്കുലേറ്റ് ചെയ്യണം. സോ കറൻറ്റ് ഇയർത്തെ EPS കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഷെയർ അല്ലെ, നമ്പർ ഓഫ് ഷെയർ ടു ബി കാൽക്കുലേറ്റ്. നമ്പർ ഓഫ് ഷെയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, കറൻറ്റ് ഇയറിൽ എത്ര നമ്പറാണ് ഷെയർ ഉള്ളത് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനാദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ബൈ ദി നമ്പർ ഓഫ് ഷെയർസ് ബിഫോർ ദി റൈറ്റ് ഇഷ്യൂ ബൈ ദി ഫ്രാക്ഷൻ ഓഫ് ദി ഇയർ ബിഫോർ ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ആൻഡ് ബൈ ദ ഫോളോയിങ് ഫ്രാക്ഷൻ. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു റൈറ്റ് ഇഷ്യൂവിന് മുമ്പ് എത്ര ഷെയർ ഉണ്ടായിരുന്നു, ഓക്കെ, അതിനെ നമ്മൾ ഗുണിക്കണം. എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? എത്ര കാലം എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഷെയർ, റൈറ്റ് ഇഷ്യൂവിന് മുമ്പുണ്ടായിരുന്ന ഷെയർ എത്ര കാലം അവിടെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ 9 മാസമാണെന്നുണ്ടെങ്കിൽ ഇല്ലേ, ഇപ്പോൾ ഒരു സെപ്റ്റംബറിലാണ് റൈറ്റ് ഇഷ്യൂ നടത്തുന്നത് എന്ന്, അല്ലെങ്കിൽ ഒക്ടോബർ 1 എന്ത് റൈറ്റ് ഇഷ്യൂ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇല്ലേ, അപ്പോൾ 9 മാസമായിരിക്കും എന്തുണ്ടാവുക, ആ ഒരു അത്ര ഓൾറെഡി ഉണ്ടായിരുന്ന ഷെയർ കമ്പനിയിൽ ഉണ്ടാവുക. സോ എന്ത് ചെയ്യാണ്, നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ ഓഫ് ഷെയർ, അതുവരെ ഉണ്ടായിരുന്ന നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു 9/12 ഇടാം.
ഓക്കെ, എത്ര കാലം ഉണ്ടായിരുന്നു ഇൻറ്റു എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു മാർക്കറ്റ് പ്രൈസ് മേലെ ഇട്ടിട്ട് അടിയിൽ തിയററ്റിക്കൽ എക്സ്ട്രൈറ്റ് പ്രൈസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനോട് ഗുണിക്കുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അല്ലേ, ആ ഒരു ഇതിൻ്റെ മുമ്പത്തെ ഇത് കിട്ടും, നമ്പർ ഓഫ് ഷെയർ കിട്ടും. എന്ത് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ ആ ഒരു നമ്പർ ഓഫ് ഷെയർ കിട്ടും. ദെൻ ആഫ്റ്റർ ഇഷ്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ആഫ്റ്റർ ഇഷ്യൂവിൽ എത്ര ഷെയർ ഉണ്ടായിരുന്നു അല്ലേ, എന്ത് ചെയ്യാം, ആ ഒരു വർഷ അവസാനത്തിൽ എത്ര ഷെയറാണോ കമ്പനീൻ്റെ അടുത്തുള്ളത്, ഓക്കെ, അത് നോക്കുക. അപ്പോൾ അഡീഷണലായിട്ട് എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്തത് എന്നുള്ളത് അത് പ്ലസ് ഓക്കെ അതിൻ്റെ മുമ്പത്ത് നമ്മൾ എന്ത് ചെയ്യുക അല്ലേ, നമ്പർ ഓഫ് റൈറ്റ് അല്ലേ, റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്ത് രണ്ടും കൂടി കൂട്ടുമല്ലോ നമ്മൾ അല്ലേ, ടോട്ടൽ ഷെയർ ഉണ്ടാവുമല്ലോ. ആ ടോട്ടൽ ഷെയർ അല്ലെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു എന്ത് ചെയ്യുക, നമ്മൾ എത്ര മാസമാണ് ആ ഒരു റൈറ്റ് ഇഷ്യൂ ഷെയർ അവിടെ ഓർഗനൈസേഷനിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത്, അതിനോട് എന്ത് ചെയ്യുക, അത് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ കിട്ടും. ഓക്കെ, അതിനെന്ത് ചെയ്യുക, നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയറിനെ മീൻസ് നമുക്ക് ആ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ വെച്ചിട്ട് നമുക്ക് EPS കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ലിമിറ്റഡ് ഹാഡ് 1 lakh ഷെയർസ് ഇൻ ഇഷ്യൂ. ഓക്കെ, എന്താണ് ഓൺ 1 lakh ഷെയർ ആ ഒരു കമ്പനീൻ്റെ അടുത്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓൺ 1st October 2020 ഇറ്റ് മേക്ക് എ റൈറ്റ് ഇഷ്യൂ ഓഫ് 145 അറ്റ് പ്രൈസ് ₹10. എന്താണ് ഓരോ 5 ഷെയറിനും 1 ഷെയർ വീതം എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി റൈറ്റ് ഇഷ്യൂ നടത്തുന്നുണ്ട്. ഓക്കെ, 10 രൂപ വെച്ചിട്ടാണ് റൈറ്റ് ഇഷ്യൂ നടത്തുന്നത്. ഓക്കെ, ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ലാസ്റ്റ് ഡേ കൊട്ടേഷൻ വിത്ത് റൈറ്റ് വാസ് 16. ആ ഒരു റൈറ്റ് ഇഷ്യൂവിൻ്റെ മുമ്പുള്ള ആ ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് വില 16 രൂപയായിരുന്നു. ദെൻ ടോട്ടൽ ഏണിങ് എത്രയാണ്, പ്രോഫിറ്റ് 4,40,000 ആണ് ഇൻ 2020 ആൻഡ് 3,20,000 ആണ് 2019 ദെൻ വാട്ട് ഈസ് ദ EPS ഫോർ 2020 ആൻഡ് 2019. ഓക്കെ, നമുക്ക് ഇത്ര കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. കമ്പനി തുടക്കത്തിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 1 ലക്ഷം ഷെയറാണ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ദെൻ October 1st 2020 കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ 5 ഷെയറിനും 1 ഷെയർ വീതം എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട് 10 രൂപക്ക്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് കമ്പനീൻ്റെ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ 16 രൂപയാണ്. അപ്പം 4,40,000 പ്രോഫിറ്റ് ഉണ്ട് 2020. ദെൻ 3,20,000 ആണ് 2019 ഈ ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ നമ്മളോട് 2019-2020 EPS കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, തിയററ്റിക്കൽ എക്സ്ട്രൈറ്റ് പ്രൈസ് ആണ്. അപ്പോൾ അങ്ങനെ തിയററ്റിക്കൽ എക്സ്ട്രൈറ്റ് പ്രൈസ് അങ്ങനെ കാണുക. ദെൻ വാല്യൂ ഓഫ് 5 ഷെയർസ് ബിഫോർ ഇഷ്യൂ അല്ലേ, ഇഷ്യൂവിൻ്റെ മുമ്പ് എത്രയാണ് 5 ഷെയറിൻ്റെ വില 5 × 16 അല്ലേ, 5 × 16 എത്രയാണ് 80 രൂപ. ദെൻ ഒരു ഷെയറിന് എത്രയാണ് വില, റൈറ്റ് ഇഷ്യൂവിൽ ഒരു ഷെയറിന് എത്രയാണ് 1 × 10 അല്ലേ, അപ്പോൾ 80 10 എത്രയാണ് 90. ദെൻ 90 ബൈ അല്ലേ, ഇവിടെ എത്ര 5 + 1 അല്ലേ, 6 ഷെയറാണ് ഉള്ളത്. 6 ഷെയറിൻ്റെ തിയററ്റിക്കൽ വാല്യൂ ആണ് എത്ര 90 രൂപ ഉള്ളത്. അപ്പം ഒരു ഷെയറിൻ്റെ തിയററ്റിക്കൽ എക്സ്ട്രൈറ്റ് പ്രൈസ് എത്രയാണ് 15 രൂപ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് ദെൻ നമുക്ക് പ്രീവിയസ് ഇയറിൻ്റെ എന്താണ് EPS നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ പ്രീവിയസ് ഇയറിൻ്റെ EPS നമ്മൾ എന്താണ് ആ ഒരു റൈറ്റ് ഇഷ്യൂ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ എത്ര കിട്ടിയിട്ടുള്ളത്, EPS ബിഫോർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദി റൈറ്റ് ഇഷ്യൂ, എന്താണ് റൈറ്റ് ഇഷ്യൂ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പുള്ള EPS അല്ലേ 3,20,000 അല്ലേ 2019 ലാഭം ഉണ്ടായിരുന്നത്. ദെൻ ആ വർഷം എത്ര ഷെയറാണ് ഉണ്ടായത്, 1 lakh ഷെയർ അല്ലേ, 1 lakh ഷെയർ. ദെൻ 3,20,000 ഡിവൈഡഡ് ബൈ 1 lakh എത്ര 3.2 അല്ലേ, 3.20. പിന്നെ നമ്മൾ അല്ലേ അഡ്ജസ്റ്റഡ് EPS കാൽക്കുലേറ്റ് ചെയ്യണം. അഡ്ജസ്റ്റഡ് EPS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ആ ഒരു EPS ഇൻറ്റു ദെൻ എന്താണ് തിയററ്റിക്കൽ എക്സ്ട്രൈറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അല്ലേ, 15 എന്താണ് തിയററ്റിക്കൽ എക്സ്ട്രൈറ്റ് പ്രൈസ്. ദെൻ മാർക്കറ്റ് പ്രൈസ് എത്ര അടിയിൽ അല്ലേ 16. സോ 3.20 × 15/16 എത്രയാണ് 3 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് 2019 EPS എത്രയാണ്, അഡ്ജസ്റ്റഡ് EPS 3 രൂപ അല്ലേ, 3 രൂപ കിട്ടി.
ദെൻ നമ്മളിനി 2020ക്കുള്ള കറൻറ്റ് ഇയറിൻ്റെ EPS കാൽക്കുലേറ്റ് ചെയ്യണം. കറൻറ്റ് ഇയറിലെ EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലേ, നമ്മൾ ആദ്യം നമ്പർ ഓഫ് ഷെയർസ് ബിഫോർ ദി റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവിന് മുമ്പ് ഉണ്ടായിരുന്ന നമ്പർ ഓഫ് ഷെയർ എത്രയാണുള്ളത് അല്ലേ, 1 lakh ഷെയർ അല്ലേ കമ്പനി ആദ്യം, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ദെൻ എന്താണ് നമ്പർ ഓഫ് റൈറ്റ് ഇഷ്യൂഡ്, എത്ര ഷെയറാണ് കമ്പനി അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത് അല്ലേ. 1,00,000 ഷെയർ ഉണ്ട്, ഓരോ 5 ഷെയറിനും 1 ഷെയർ വീതമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ടുള്ളത്. സോ 1 lakh ഇൻറ്റു 1/5 അല്ലേ, എത്ര 20,000 അല്ലേ നടത്തേണ്ടി വരിക. സോ 20,000 അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. സോ കമ്പനിക്ക് 2020 അവസാനത്തിൽ എത്ര ഷെയർ ഉണ്ട്, 1,20,000 ഷെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്പർ ഓഫ് ഷെയർ ഡീറ്റെയിൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. കമ്പനീൻ്റെ കേസിൽ എന്താണ് 1,20,000 ഷെയർ ഉണ്ട് ഇല്ലേ. ദെൻ ഇതിനെ നമ്മൾ ഫ്രാക്ഷൻസ് വെച്ചിട്ട് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ 1 lakh ഷെയർ അല്ലേ, ബിഫോർ റൈറ്റ് ഇഷ്യൂവിന് മുമ്പ് 1 lakh ഷെയർ ഉണ്ട് ഇൻറ്റു എത്രയാണ്, ആ ഒരു 1 lakh ഷെയർ എത്ര വരെ നിൽക്കുന്നുണ്ട് അല്ലേ, സെപ്റ്റംബർ വരെ നിൽക്കണില്ലേ, അതാണ് 9 മാസം അല്ലേ, 12 ആ കൊല്ലത്തിൽ 12 മാസത്തിൽ 9 മാസം അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് 1 lakh ഇൻറ്റു 9/12 ഇൻറ്റു എന്താണ് ആ ഫ്രാക്ഷൻസ് നമ്മൾ മേലെ എന്തിട്ട് അല്ലേ, മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ എന്താണ് നേരത്തെ ഇക്വേഷനിൽ അല്ലേ, മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ എക്സ്ചേഞ്ച് പ്രൈസ് എത്രയാണ്, 16 ഡിവൈഡഡ് ബൈ 15. ആ ഒരു ഇക്വേഷൻ നടത്തിയാൽ നമുക്ക് എത്ര കിട്ടി അല്ലേ, റൈറ്റ് ഇഷ്യൂവിന് മുമ്പ് 80,000 ആണ് വെയ്റ്റഡ് നമ്പർ ഓഫ് ഷെയർസ് ഉള്ളത്. ദെൻ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂവിൻ്റെ ശേഷം ഇല്ലേ 1,20,000 ഷെയർ ആയില്ലേ ഇല്ലേ, 1,20,000 ഷെയറാണ് മൊത്തം ഉള്ളത്. ദെൻ 1,20,000 ഇൻറ്റു ആ ഒരു റൈറ്റ് ഇഷ്യൂ എത്ര കാലമാണ് നിൽക്കുന്നത്, ഒക്ടോബർ നവംബർ ഡിസംബർ, അതല്ല ഇവിടെ 3 മാസം, 3 ഡിവൈഡഡ് ബൈ 12 സോ ഈക്വൽ ടു 30,000. ഓക്കെ, 1,20,000 3/12 കൊണ്ട് ചെയ്താൽ 30,000 കിട്ടും. അപ്പോൾ ഓർഗനൈസേഷനിൽ ടോട്ടൽ വെയ്റ്റഡ് നമ്പർ ഓഫ് ഷെയർസ് എത്രയുള്ളത് 2020 1,10,000 ഷെയർ. സോ 4,40,000 ഡിവൈഡഡ് ബൈ 1,10,000 ചെയ്താൽ എത്ര കിട്ടും, 4 നമുക്ക് കിട്ടും. ഇതാണ് റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിൽ ഉള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ തിയററ്റിക്കൽ എക്സ്ചേഞ്ച് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയറത്തെ എന്താണ് റൈറ്റ് ഇഷ്യൂവിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു പ്രീവിയസ് റൈറ്റ് ഇഷ്യൂ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പത്തെ EPS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം, നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റഡ് EPS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അഡ്ജസ്റ്റഡ് EPS കാൽക്കുലേറ്റ് ചെയ്യണം. ആ അഡ്ജസ്റ്റഡ് EPS കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കറൻറ്റ് ഇയറത്തെ EPS കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആ കറൻറ്റ് ഇയറത്തെ EPS കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് റൈറ്റ് ഇഷ്യൂവിന് മുമ്പ് എത്ര ഷെയർ ഉള്ളത് എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂവിന് ശേഷം എത്ര ഷെയർ ഉള്ളത് എന്നുള്ളത് നോക്കണം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് മൾട്ടിപ്ലൈഡ് ബൈ ദി അല്ലേ, നമുക്ക് ആ ഒരു ബിഫോർ അല്ലെ ആ ബിഗിനിങ് ഉണ്ടായിരുന്ന ഷെയർ എത്ര കാലം റൈറ്റ് ഇഷ്യൂവിന് മുമ്പ് എത്ര ഷെയർ ഉണ്ട്, ആ ഷെയർ എത്ര മാസം നിൽക്കുന്നുണ്ട് എന്നുള്ളത് നോക്കണം. അതിന് നമ്മൾ ഈ ഒരു ഫാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഗുണിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ എന്ന് വെച്ചാൽ ആ റൈറ്റ് ഇഷ്യൂവിന് ശേഷം എത്ര ഷെയർ ഉണ്ട് അല്ലേ, 1,20,000 ഷെയറാണ് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ടത്. ആ 20 lakh ഷെയർ അല്ലേ എത്ര മാസം അഡീഷണൽ ആയിട്ട് അവിടെ ഓർഗനൈസേഷനിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നോക്കണം. ഓക്കെ, ലാസ്റ്റ് എന്ത് ചെയ്യണം, അത് രണ്ടും കൂടി കൂട്ടണം. അതാണെന്ത് നമ്മുടെ ഓർഗനൈസേഷനിലെ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഷെയർസ്. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് എന്ത് കിട്ടുക, EPS കിട്ടുക.